നമസ്കാരം. ഒരു സംഘടനയുടെ തലപ്പത്ത് കഴിവുള്ള ഒരു വ്യക്തി വന്നാൽ ആ സംഘടനയ്ക്ക് പല മാറ്റങ്ങളും ഉണ്ടാകും. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഊർജം ആ സംഘടനയ്ക്ക് കൈവരും. അത് രാഷ്ട്രീയ പാർട്ടി ആയാലും അല്ല മറ്റ് സംഘടനകളായാലും നയിക്കുന്നവരുടെ കപ്പാസിറ്റി പോലെയാണ്, കഴിവ് പോലെയാണ് സംഘടനകളുടെ മുന്നോട്ടുള്ള പോക്ക്. പറഞ്ഞു വരുന്നത് അമ്മയെക്കുറിച്ചാണ്. മലയാളം സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയെക്കുറിച്ച്. സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി ഇടവേള ബാബു ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ബാബു മാറി സിദ്ദിഖ് ആ സ്ഥാനത്തേക്ക് വന്നതോടെ ആ സംഘടനയിൽ ചില മാറ്റങ്ങൾ, ചില ഇടപെടലുകൾ അമ്മയുടെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനുദാഹരണമാണ് മോഹൻലാലിനെ വിമർശിച്ച യൂട്യൂബർക്കെതിരെയുള്ള നടപടി. ചെകുത്താൻ എന്നു പേരുള്ള അജു അലക്സ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായ മോഹൻലാലിനെതിരെ, അമ്മയുടെ ഭാരവാഹിയായ മോഹൻലാലിനെതിരെ അധിക്ഷേപപരമായ ഒരു പരാമർശം നടത്തിയപ്പോൾ അതിനെതിരെയുള്ള അമ്മയുടെ നീക്കം, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി ആയ സിദ്ദീഖിന്റെ നീക്കം വളരെ പെട്ടെന്നായിരുന്നു, വളരെ കൃത്യമുള്ളതായിരുന്നു. അതായത് കൃത്യമായ ഒരു ഇടപെടൽ സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അമ്മയിൽ ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്രയോ സിനിമാ നടന്മാരെ എത്രയോ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഇന്നും പലരും പറഞ്ഞു നടക്കുന്നു. യാതൊരു സത്യവും തെളിവുമില്ലാത്ത എന്തൊക്കെ ഗോസിപ്പുകളാണ്, എന്തൊക്കെ കഥകളാണ് മലയാള നടന്മാരെക്കുറിച്ച്, നടിമാരെക്കുറിച്ചൊക്കെ പ്രചരിക്കുന്നത്. പക്ഷെ ആരും ഇതുവരെ ഒരു പരാതി കൊടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് ചെവിയിലൂടെ പുറത്തുവിടുന്ന ഒരു രീതിയായിരുന്നു കഴിഞ്ഞ കാലം വരെ ഉണ്ടായിരുന്നത്. പക്ഷെ സിദ്ദിഖ് സംഘടനയുടെ തലപ്പത്ത് വന്നതോടുകൂടി ആ ചിത്രം മാറുകയാണ്. ഇങ്ങനെ എല്ലാ കാലവും ഈ ആളുകളുടെ വിമർശനവും ഇല്ലാത്ത കഥകളും കേട്ട് സഹിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അമ്മ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. യൂട്യൂബർ ചെകുത്താനെതിരെയുള്ള ഈ നടപടി അമ്മയിലെ മറ്റംഗങ്ങൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു പരാതി നൽകിയതുകൊണ്ട് മാത്രം പോലീസ് ഇത്ര പെട്ടെന്ന് ഒരു ഇടപെടൽ നടത്തുമെന്ന് ധരിക്കാൻ ആവില്ല. അങ്ങനെ എത്രയോ പരാതി പോലീസിന് കിട്ടി, കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ട്. പരാതി നൽകുന്നതിനും അപ്പുറം വളരെ കൃത്യമായ ഒരു ഇടപെടൽ. അതുകൊണ്ട് തന്നെയാണ് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ചെകുത്താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സിദ്ദീഖിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണത്. അമ്മയുടെ അംഗങ്ങളെ വ്യക്തിഹത്യ ചെയ്താൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള സൂചന, കൃത്യമായ സൂചന തന്നെയാണ് സിദ്ദീഖിന്റെ പത്രസമ്മേളനവും അതിലെ ഓരോ വാക്കുകളും. യൂട്യൂബർ അജു അലക്സിനെതിരെയുള്ള ഈ ഒരൊറ്റ നടപടി മാത്രം മതി അത് മനസ്സിലാക്കാൻ. ചാനലിന് റീച്ച് കൂട്ടാൻ, ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ, സിനിമാ നടന്മാരെ അല്ലെങ്കിൽ നടികളെ തേജോവധം ചെയ്യുന്ന, വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഓൺലൈൻ ചാനലുകൾക്ക്, യൂട്യൂബർമാർക്ക്, അവർക്കൊക്കെ ഇതൊരു പാഠമാണ്. ഇല്ലാത്ത കഥകൾ പറയാൻ വിറക്കുമാരും. അമ്മയുടെ അംഗങ്ങളെ സംരക്ഷിക്കാനുള്ള സിദ്ദീഖിന്റെ നീക്കങ്ങൾ, സിദ്ദീഖ് ഒരു അഭിനേതാവ് മാത്രമല്ല, സംഘടനാ പാഠവുമുള്ള, നേതൃത്വ ഗുണമുള്ള, കഴിവുള്ള ഒരു നേതൃത്വം തന്നെയാണ് എന്ന് തെളിയിക്കുന്നു. സിനിമ എന്നത് പലർക്കും വെറും അഭിനയം മാത്രമല്ല, കല മാത്രമല്ല, തൊഴിൽ കൂടിയാണ്, അവരുടെ ജീവിതം കൂടിയാണ്. ഏതൊരു തൊഴിലിനെയും പോലെ തൊഴിലിടങ്ങളിൽ സമാധാനത്തോടെ തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരെയും പോലെ അഭിനേതാക്കൾക്കുമുണ്ട്. ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ആർജവമുള്ള നീക്കമാണ് അമ്മയുടേത്, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി സിദ്ദീഖിൻ്റേത്.